ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സാധാരണ നമ്മളിത് ചായക്കടകളിലും ചെറിയ ചെറിയ ഹോട്ടലുകളിലൊക്കെയാണ് കാണാറുള്ളത്. ഇതുണ്ടാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെട്ട് കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വെട്ട് കേക്കിനുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. ഇതിപ്പോൾ 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് കപ്പിലോ ഗ്ലാസ്സിലോ എന്തിലും വേണമെങ്കിലും അളന്നെടുക്കാം. ചിലപ്പോൾ ഇത്തിരി മൈദ നമുക്ക് ഇതിന് മതിയാവില്ല. ഇതിൻ്റെ മാവ് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ചും കൂടി മൈദ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എത്രത്തോളം വേണം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് അപ്പം ചേർത്ത് കൊടുക്കാം. ഇനി വെട്ട് കേക്കിന് ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം വെട്ട് കേക്കിൻ്റെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണൊന്നും വേണ്ട, അതിനേക്കാളും കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി വെട്ട് കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിക്ക് പകരം നമ്മുടെ കയ്യിൽ യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം അവസാനമായിട്ട് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഓയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. നമ്മൾ ഏത് കപ്പിലാണോ മൈദ എടുക്കുന്നത് ആ ഒരു കപ്പിൻ്റെ അളവ് തന്നെ പഞ്ചസാര എടുക്കുക. ഇനി ഈ പഞ്ചസാരയുടെ കൂട്ടത്തിൽ നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയുടെ സ്മെല്ലൊന്ന് കുറയാനും അതുപോലെ വെട്ട് കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുക്കുന്ന സമയത്ത് അതിലെ പഞ്ചസാരയുടെ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് വേണം അടിച്ചെടുക്കാൻ. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും ഏലക്കപ്പൊടിയും നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയും റവയും കൂടിയിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വെട്ട് കേക്കിനുള്ള മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ല, ആ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് സോഫ്റ്റായി പോകാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ അത് കുറച്ച് ഒരു ലൂസായിട്ടുള്ള രീതിയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ചും കൂടി മൈദ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് കുഴച്ച് നോക്കാം. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു മാവ് ഒരുപാട് സോഫ്റ്റ് ആവാനും അതുപോലെ ഒരുപാട് ഹാർഡ് ആവാനും പാടില്ല. ആ രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇതിലിപ്പോൾ കുറച്ച് മൈദയുടെ കുറവും കൂടി ഉണ്ട്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ വെട്ട് കേക്കിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ അതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒന്നിക്ക് നമുക്കതുപോലെ അടച്ചു വെക്കാം, അല്ലെങ്കിൽ നനഞ്ഞ തുണിയിട്ടിട്ട് മൂടി വെച്ചാലും മതി. ഇതിനി ഒരു 2 മുതൽ 4 മണിക്കൂർ വരെയൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതൊരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാവ് എടുത്ത് നോക്കുമ്പോൾ ഈ പാത്രത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടുന്ന രീതിയിലുണ്ടാകും. അത് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടൊന്നും അങ്ങോട്ട് ഉരുട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ മാവ് വെട്ട് കേക്കിൻ്റെ ഷേപ്പിലാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കുക. പിന്നെ ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് വെട്ട് കേക്കിന് നമുക്ക് എത്രത്തോളം തിക്നെസ് വേണമെന്ന് വെച്ചാൽ അത്രയും നീളത്തിൽ ഉരുട്ടിയെടുക്കുക. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മളത് ഉരുട്ടിയെടുക്കേണ്ടത്. പിന്നെ ഈ സമയത്ത് നമ്മുടെ കയ്യിൽ മാവ് ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ മൈദയോ കയ്യിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇനി ഈ മാവിൻ്റെ 2 അറ്റം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതായത് ഈ വെട്ട് കേക്കിന് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഈ മാവ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ വെട്ട് കേക്കിന് നമുക്ക് എത്രത്തോളം വലിപ്പം വേണമെന്ന് വെച്ചാൽ
അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു വലുപ്പത്തിലാണിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇനി ബാക്കി വരുന്ന മാവും ഓരോരോ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മളിതിൻ്റെ മേലെ വെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യണത് ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് താഴ്ത്തി കട്ട് ചെയ്യാൻ പാടില്ല. ഏകദേശം ഒരു 1/4 ഭാഗം ആവുന്ന രീതിയിൽ മാത്രം കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരുപാട് സോഫ്റ്റ് ആവാതെ കുറച്ചൊരു ഹാർഡായിട്ടുള്ള മാവാണ് നമുക്ക് വെട്ട് കേക്കിന് വേണ്ടത്. അപ്പോഴാണ് വെട്ട് കേക്ക് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ബാക്കി വരുന്ന മാവിലും ഇതുപോലെ തന്നെ വെട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ അത് മുഴുവനും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള എണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ വെട്ട് കേക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എണ്ണയുടെ ചൂടാണ്. ചൂട് കൂടുതലായി കഴിഞ്ഞാൽ നമ്മളിത് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾഭാഗം അങ്ങനെ വേവില്ല. അതായത് നമ്മളിതിൽ മുട്ട, പഞ്ചസാര, അതുപോലെ തന്നെ റവ അതൊക്കെയാണല്ലോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു ചൂടിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കുറേ പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ മാത്രം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് നന്നായിട്ട് വീർത്ത് വരാനായിട്ട് തുടങ്ങും ചെയ്യും. പിന്നെ അടിഭാഗം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും ചെയ്യും. അപ്പോൾ മാത്രം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് ഡീപ്പ് ഫ്രൈ ആണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സൈഡും മേൽഭാഗമൊക്കെ ഏകദേശം ഈ സമയം കൊണ്ട് തന്നെ ഫ്രൈ ആയി വന്നോളും. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചിട്ട് കൊടുത്താലും നമ്മൾ ഒരു 5 മിനിറ്റൊക്കെ ഏകദേശം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോഴാണ് അതിൻ്റെ നടുഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വരുള്ളൂ. പിന്നെ അതുപോലെ ഫ്ലെയിം കൂട്ടി വയ്ക്കാനും പാടില്ല. ഫ്ലെയിം നമുക്ക് എത്രത്തോളം കുറച്ച് വയ്ക്കാൻ പറ്റും അത്രയും കുറച്ച് വെച്ചിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴാണിത് നമുക്ക് നല്ലൊരു കളറിൽ വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എണ്ണയുടെ ചൂട് നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന രീതിയിൽ നല്ല കളറോട് കൂടിയിട്ടുള്ള വെട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. ഇപ്പോൾ ഇതെല്ലാ ഭാഗവും നല്ല കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ നന്നായി തണുത്ത് വന്നാലാണ് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ സോഫ്റ്റായിട്ടും ഉണ്ടാവുക. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ബാക്കി വരുന്ന വെട്ട് കേക്കും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മുഴുവൻ വെട്ട് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വെട്ട് കേക്കിൻ്റെ അതേ ടെക്സ്ചർ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ബോട്ടിലൊക്കെ ആക്കി വയ്ക്കാം. പിന്നെ ഇത് ചൂടാറിയിട്ട് കഴിക്കുകയാണ് കൂടുതൽ നല്ലത്. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ചൂടോട് കൂടിയിട്ടൊക്കെ കഴിക്കുമ്പോൾ ചെറുതായിട്ട് ആ മുട്ടയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്